ഫ്ലാഷ് ബാക്ക്. താൻ മാരീഡ് അല്ലേ? നമസ്കാരം. നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ നടനാണ് അജ്മൽ അമീർ. അജ്മൽ അമീറിന്റെ ഈ ഒരു ഓഡിയോ ക്ലിപ്പുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അത് അന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഒരു പെൺകുട്ടിയുമായി നടത്തിയ ഓഡിയോ സംഭാഷണം, വാട്സാപ്പ് കോളാണ്. വാട്സാപ്പ് കോളിൽ നിന്ന് ഈ പെൺകുട്ടി മറ്റൊരു ഫോണിൽ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുള്ളത് വ്യക്തമാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? A few moments later. സാധാരണ സിനിമകളിൽ കാണുന്ന ഒരു സ്ഥിരം നമ്പർ അവിടെ ഇറക്കാൻ പോവാ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. ആള് സ്റ്റാറായിട്ടാ ഈ ഒറ്റ സംഭവത്തോടുകൂടെ എല്ലാവരും നാണക്കടായി നാട്ടിലും വീട്ടിലും. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. തനിക്കൊന്നും നാണമില്ലല്ലോ. ഇല്ല സാർ. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ഇതിലും വലിയ 2 ഇൻഡസ്ട്രികളിൽ പോയിട്ട് പ്രൂവ് ചെയ്ത് സർവശക്തന്റെ മാത്രം അനുഗ്രഹം കൊണ്ട് സർവൈവ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും വേണം. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? കൃത്യമായിട്ടൊരു മാനേജർ ഇല്ല, ഒരു PR ടീമില്ല. എന്താ വിശ്വാസമാവില്ല. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. കൃത്യമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളില്ല. പണ്ടിപ്പോഴോ എന്റെ ഫാൻസുകാർ തുടങ്ങിയിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, ഒന്നുമില്ല. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും എൻ്റെ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. വെറുതെ കിടന്ന് ഉരുളാദാശനെ. ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഭയങ്കര ഒരു ആണ്, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, അങ്ങനത്തെ ക്ലെയിമുകളാണ് ആ വീഡിയോയിലുള്ളത്. അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് എന്താ വെച്ചെങ്കിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇത് ഇയാൾ പറയുന്നത് കേൾക്കുമ്പോൾ അജ്മൽ ഇന്റലിജൻസ് എന്നുള്ള രീതിക്ക് ഈ കാര്യങ്ങൾ മാറിപ്പോയോ എന്നുള്ളത് ഞാൻ സംശയിച്ചു. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വനായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.